നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ദൈവാനുഗ്രഹം നിറഞ്ഞ ജീസസ് കിഡ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാടിന്റെ പച്ചപ്പിലൂടെ നേരിന്റെ സന്ദേശവുമായി വരുന്ന കൂട്ടുകാരെ കാണാൻ പോകാം. കാട്ടിലെ കൂട്ടുകാർ. അവൻ എവിടെ പോയാലും ഇന്ന് ഞാൻ അവന് ശരിയാക്കി കൊടുക്കും. അല്ല പിന്നെ വന്നോ? കപിലേ, നിന്റെ കളിയൊന്നും എന്നോട് വേണ്ട കേട്ടോ. എന്നെ കുറിച്ച് ഇല്ലാത്തതൊക്കെ വനപഞ്ചായത്തിൽ പോയി പറഞ്ഞു കൊടുത്ത് എന്റെ റേഷൻ കാർഡ് നീ APL ആക്കി അല്ലടാ. കൊട്ടാരം പോലുള്ള മണിമാളികയിൽ താമസിച്ച് നിനക്ക് പാവങ്ങളുടെ റേഷൻ കൂടി വാങ്ങണമെന്നല്ലേ നിന്റെ ആ ബോധ്യം മനസ്സിലിരിക്കത്തേ ഉള്ളൂ. അപ്പൊ നീ തന്നെയാണല്ലേ ഇതെല്ലാം വനപഞ്ചായത്തിൽ പോയി പറഞ്ഞു കൊടുക്കുന്നത്? അതെ അതെ അതെ, ഞാൻ തന്നെയാണ് അത് ചെയ്തത്. നിനക്ക് വിഷമമുണ്ടെങ്കിൽ നീ പോയി കേസ് കൊടുക്ക്. എന്തുണ്ടാകുമെന്ന് കാണണം. ആ മോട്ടും ബിരിയും പോകുന്നതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കാര്യം നീ ഓർത്തോ, ഒരു കാലത്ത് നീ ഗുണം പിടിക്കത്തില്ല. അല്ല പിന്നെ നിന്റെ ഗുണം കിട്ടിയിട്ട് വേണ്ട എനിക്ക് ഇവിടെ ജീവിക്കാൻ കേട്ടോ. മോട്ടു, ഇവർ തമ്മിൽ എന്നും വഴക്കാണല്ലോ. അതെ അതെ, ഇല്ലാത്ത ഓരോ കാരണങ്ങളുണ്ടാക്കി എങ്ങനെയെങ്കിലും അവർ പരസ്പരം വഴക്കടിച്ച് ഇടി ഓടിക്കോളും. ഇവരുടെ ഈ വഴക്കൊക്കെ എന്ന് തീരാനാ? ആരെങ്കിലും മുന്നിട്ടിറങ്ങി ഇതൊന്ന് തീർത്താൽ നന്നായേനെ. ഇവരുടെ അയൽവാസിയായിരുന്ന ഗംഭീർ ഇവരുടെ വഴക്ക് തീർക്കാൻ പലവട്ടം ശ്രമിച്ചിരുന്നതാ. എന്നിട്ടെന്താവാനാ, ഇപ്പോൾ ഇവരുടെ മുഖ്യ ശത്രുവാ ഗംഭീർ. ആഹാ, അത് കൊള്ളാം. വഴക്ക് തീർക്കാൻ പോയ ആളും വഴക്കാളിയായി മാറി അല്ലേ മോട്ടു? അതെ അതെ, ഇവരുടെ വഴക്ക് തീർക്കണമെങ്കിൽ എന്താ ഒരു വഴി? മോട്ടു, വേഗം നടക്ക്. അവരവരുടെ വഴി നോക്കട്ടെ, നമുക്ക് നമ്മുടെ ഈ വഴിയും നോക്കാം. അല്ലെങ്കിൽ എംബോ സാറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് വഴക്ക് കിട്ടും. കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാരപ്പനന്തത്ത പറന്നു. അരേ വാ, സബാഷ്. ഓ, what a sweet song. ഇത് വലിയ കഷ്ടമായല്ലോ. നാശം പിടിക്കാൻ കാലത്ത് തൊട്ട് തുടങ്ങിയതാ. ചെവിതല കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെ ദൈവമേ. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർക്കേ കഥ കടച്ച് വീടിനകത്ത് കയറി ഇരിക്കാം. ഇത്രയ്ക്ക് ചെറിയ ശബ്ദം പോലും ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിലേ ചെവി ഒന്ന് ക്ലീൻ ചെയ്യുന്നതും വളരെ നല്ലതാ. കപിലേ, എന്റെ ചെവിയുടെ കാര്യം എനിക്കറിയാം. താൻ ഇതിൽ കയറി ഇടപെടണ്ട, മനസ്സിലായോ? ഇത്രയ്ക്ക് ചെറിയ ശബ്ദം പോലും കേൾക്കാൻ വയ്യെങ്കിൽ പിന്നെ ഡോക്ടറെ കാണേണ്ട സമയം കഴിഞ്ഞു എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എങ്ങോട്ടെങ്കിലും വിറ്റ് മാറിയാ മതിയായിരുന്നു. ഈ പപ്പീസിന്റെ മുഖം കണ്ടാൽ അന്നത്തെ ദിവസം പോയത് തന്നെ. ഒരു ദിവസം പോയി കിട്ടണമെങ്കിൽ എന്റെ മുഖം കണ്ടാ മതി എന്നാണ് നീ പറയുന്നതെങ്കിലേ അടുത്ത ഡിസംബർ 30 എന്റെ ഒരു ഫോട്ടോ എടുത്ത് കവലയിൽ ഒരു ഫ്ലെക്സ് അടിച്ചു വെക്കണം. അപ്പൊ നാട്ടുകാരുടെ ദിവസം പെട്ടെന്ന് പോയി കിട്ടും. ഡിസംബർ 30 ന്യൂ ഇയർ ആഘോഷിക്കാം.
ആഘോഷിക്കുന്നുണ്ടല്ലേ? ഏ? ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. അമേരിക്കയും ചൈനയും ഇടയുന്നു. ഒരു മധ്യസ്ഥനെ ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. ഓ എന്റെ പൊന്ന് പപ്പീസ്, നിങ്ങളുടെ വഴക്ക് തീർക്കാൻ ഒരിക്കൽ ഞാൻ ഇടപെട്ടു എന്നുള്ളത് ശരിയാ. പക്ഷെ ഇനി തൊട്ട് നിങ്ങളിൽ ഒരാൾ ഇവിടെ കിടന്ന് ചത്താ പോലും ഞാൻ തിരിഞ്ഞു നോക്കില്ല. എന്നെ വിട്ടേക്ക്, ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചു പോയിക്കോട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയെ വിരട്ടാൻ ആരും നോക്കണ്ടെന്നാണ് പുതിയ പ്രസിഡന്റ്. ഓ ഒന്ന് നിർത്തുമായി. അങ്ങനെ ഇന്നും ബാഡ്മിന്റണിൽ ഞാൻ തന്നെ ചാമ്പ്യൻ. ഓ എനിക്ക് പ്രാക്ടീസ് കുറഞ്ഞുപോയി അതാ. നല്ല ശ്രദ്ധയും ഏകാഗ്രതയും സ്റ്റാമിനയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പീലിയെ തോപ്പിക്കാൻ കഴിയൂ. അതാണ് പീലി. ദേ 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 പീലിക്ക് അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ. ശരിക്കറിയില്ല ഇവർക്ക്. ഞാനൊരു കേസ് കൊടുത്ത രണ്ടിനെ പിടിച്ചകത്തിടും. വേണ്ടാന്ന് വെക്കുമ്പോ തലേ കയറി രണ്ടുപേരും. എന്ത് പറ്റി കോവറെ ഈ രാവിലെ തന്നെ ഇത്രക്ക് ടെൻഷൻ അടിക്കാൻ? ഞാൻ ഈ പുഴയോരത്തേക്ക് ആ പപ്പീസിന്റെ വീടിന്റെ അതിലേ പോണത്. എന്നിട്ട് ആ പപ്പീസും കാപ്പിലും തമ്മിൽ ഗംഭീര വഴക്ക്. ഞാൻ അതിലേക്ക് കയറി നഷ്ടപ്പെട്ടു. വഴക്ക് എങ്ങനെയെങ്കിലും തീരട്ടെന്ന് കരുതി. ഓ ഓ ഓ കാര്യം പിടികിട്ടി. വഴക്ക് തീർക്കാൻ പോയ കോവറും അവരോട് വഴക്കിട്ട് പോരേണ്ടി വന്നു. അതല്ലേ സംഭവിച്ചത്? അങ്ങനെ തന്നെ ഉണ്ടായത്. ഒട്ടൊക്കെ അവര് രണ്ടാളും ചേർന്ന് എന്നെ ഒത്തിരി ചീത്ത വിളിക്കുക. പോട്ടെ, അതൊക്കെ വിട്ടുകള കോറെ. ഞാനിത് അങ്ങനെ വിട്ടുകളയാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ടൗണിൽ പോയിട്ട് എന്റെ കൂട്ടുകാരൊക്കെ കുട്ടി വന്ന് രണ്ടിനും നല്ല ഇട്ടിടിക്കും. എന്നിട്ട് ഒന്നുമില്ല, എനിക്ക് നല്ല വിഷമമുണ്ട്. കോവറെ നീ ആളെ കൂട്ടി പോയി അവരെ തല്ലിയ നിന്റെ ഇന്നത്തെ വിഷമം തീരും. അതെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ നാളെ അവരാളെ കൂട്ടി വന്ന് നിന്നെ തിരിച്ചു തല്ലിയാലോ? അങ്ങനെ ആവാലോ. അതൊന്നും എനിക്ക് പ്രശ്നമില്ലത്. എനിക്കിപ്പോ എന്റെ വിഷമം തീർന്നു. കോവറെ നീ എന്തിനാ അവരുടെ പ്രശ്നത്തിൽ ഇടപെട്ടത്? അത് പിന്നെ അവരുടെ തമ്മിലുള്ള വഴക്ക് തീരാൻ വേണ്ടിട്ട്. എന്തായി? നീയും അവരും തമ്മിൽ വഴക്കായി അല്ലേ? അപ്പൊ ശരിയാ. നീ ആളെ കൂട്ടി അവരെ തല്ലാൻ പോയാൽ പിന്നെ നീ വഴക്ക് തീർക്കാൻ പോയതിൽ എന്താ ഉള്ളത്? നിന്റെ ഉള്ളിൽ അവർ തമ്മിൽ ഒത്തൊരുമിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴിയാ നാം കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്ക് ലംബോ സാറിനെ ഈ പ്രശ്നത്തിന്റെ മധ്യസ്ഥനായി കൊണ്ടുവന്നാലോ? അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇവർ രണ്ടുപേർക്കും ദൈവഭയമോ പൊതുജനത്തെ പേടിയോ ഇല്ല. തന്നെയുമല്ല കാലാകാലങ്ങളായി പരസ്പരം വഴക്കടിച്ച് മറ്റുള്ളവരോട് വഴക്കടിക്കുന്ന ഒരു ശീലം തന്നെ അവരിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് വഴക്കടിക്കാൻ പോലും നേരം കിട്ടാത്തത്ര വലിയൊരു പ്രതിസന്ധി അവർക്കിടയിൽ ഉണ്ടാകണം. അത് ശരിയാ. അങ്ങനെയെങ്കിൽ കാലക്കും. എനിക്ക് പിടികിട്ടിട്ടില്ലട്ടാ. കോവർ സമാധാനത്തോടെ പോയിക്കോളൂ. കാര്യം ഞങ്ങൾ ഏറ്റു. കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടില്ല. എനിക്കത് മതി. ഇപ്പൊ എന്റെ സകല വിഷമം മാറി. ഞാൻ പോട്ടെ. ശരി ബൈ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? കോവർ നല്ല സമാധാനത്തോടെയാ പോകുന്നത്. പക്ഷേ നമ്മുടെ സമാധാനം പോയി. വാ, എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. നടക്ക്. എന്താണിത്? ഇതിപ്പോ വല്ല കൂടോത്രവുമായിരിക്കോ? ഇത് കപിലിന്റെ പണി തന്നെ ആയിരിക്കും. അവിടെ പോയി ഒന്ന് നോക്കിക്കളയാം. ഭാഗ്യം അവന്റെ മതിലിലുമുണ്ട്. റോഡിന്റെ വീതി കൂട്ടാൻ പോകുന്നുണ്ടോ ആവോ? അതിനുള്ള അടയാളമല്ല ഇത്. വോട്ടു, നീ ഇത് കണ്ടോ? നോക്ക്. ദേ ഈ മതിലിൽ വരച്ചിരിക്കുന്ന ചിഹ്നങ്ങൾ ഇതുപോലൊന്ന് എന്റെ മതിലിലും വരച്ചിട്ടുണ്ടെന്നേ. ശരിയാണല്ലോ. മോട്ടു, ഇവിടെ അധിക സമയം നിൽക്കണ്ട. നമുക്ക് നമ്മുടെ വീടിന്റെ മുമ്പിലേക്ക് പോകാം. നമ്മളിവിടെ നിൽക്കുന്നത് കപില് കണ്ടാലേ നമ്മളാണത് വരച്ചതെന്ന് കപില് പറയും. കപിലിന്റെ വീടിന്റെ ഗേറ്റിന് മുൻപിൽ ആരോ എന്തോ വരച്ചിരിക്കുന്നു. ഇത് വേറെ ആരാകാൻ? ഇവൻ തന്നെ. വെറുതെ എന്നെ കുറ്റപ്പെടുത്തരുത്. എന്റെ ഗേറ്റിലുമുണ്ട് ഇത്തരത്തിലൊന്ന്. ഓ, ഇത് അതൊന്നുമല്ല. ഇത്തരം ഒരു ചിഹ്നത്തെ കുറിച്ച് ഞാൻ മുൻപ് എവിടെയോ എവിടെ വായിച്ചെന്നാണ് പറയുന്നത്?
ഫേസ്ബുക്കിലാണെന്നാ തോന്നുന്നത്. പക്ഷേ അതെന്താണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഗംഭീര ഗംഭീര ദേ ഇങ്ങ് വന്നേ. ദേ ഇതുണ്ടോ ഇതുണ്ടോ? ഇത് കണ്ടോ കണ്ടോ കണ്ടോ? ഞാനൊന്നും കണ്ടില്ലട്ടാ. എന്നെ വിട്ടേക്ക്. ഞാനേ പോലീസ് സ്റ്റേഷൻ വരെ പോവാ. പോലീസ് സ്റ്റേഷനിലേക്കോ? എന്താ കാര്യം? അതെ, എന്റെ വീടിന്റെ ഗേറ്റിന് മുമ്പില് എന്തോ ചില അടയാളങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടെന്നേ. അതിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ കള്ളന്മാരുടെ ഏറ്റവും പുതിയ ചിഹ്നങ്ങളാണെന്ന്. അതാ ഞാൻ അറിഞ്ഞത്. കക്കാൻ എളുപ്പമുള്ള വീടുകളാണ് അവർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണത്. അയ്യോ, ദേ ഇതുപോലുള്ള അടയാളങ്ങളാണോ അത്? ഏതുപോലെ? അതന്നെ, ഇതുപോലെ തന്നെ. അപ്പൊ ഇവിടെയും വരച്ചു വെച്ചിട്ടുണ്ടത്. ഇവിടെ മാത്രല്ല, എന്റെ ഗേറ്റിന് മുമ്പിലും ഉണ്ട് ഈ അടയാളം. എന്നാലേ നിങ്ങൾ എല്ലാവരും കൂടെ പോയി പരാതി കൊടുക്കുന്നതാ നല്ലത്. എല്ലാവരും ചേർന്ന് പരാതി കൊടുത്താലേ ചിലപ്പോ കാവലിനൊരു പോലീസിനെ വിട്ട് തന്നേക്കും. പപ്പീസിനെയും ഗംഭീറിനെയും കൂടെ പോയി പരാതി കൊടുക്കാൻ ഞാൻ വരില്ല. അതിലും നല്ലത് വല്ല കള്ളം വന്ന് എല്ലാം കൊണ്ട് പോയിക്കോട്ടെ. അല്ല പിന്നെ കണ്ടില്ലേ മോട്ടു, ഇവരോടൊപ്പം ഒരു കാര്യത്തിന് ഞാനെന്റെ കാര്യത്തിലേക്ക് പോവാ. എന്റെ കാര്യം നോക്കാനേ എനിക്കും അറിയാം. ദേ ഇന്ന് തൊട്ട് എന്റെ വീട്ടിൽ ഞാൻ കാവലിരിക്കാൻ തുടങ്ങാം. എന്നാലേ എന്റെ വീടിന് ഞാൻ കാവലിരുന്നോളാം. വന്നിരിക്കണു. അല്ല പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാനും പോവാ. കപിലിന് കുറച്ച് കാപ്പി കൊടുത്താലോ? അവൻ അതിനും എന്നെ കുറ്റപ്പെടുത്തുമോ? കപിലേ, ചുമ വളരെ കൂടുതലാണല്ലോ. ദേ ഇതിൽ ചുക്ക് കാപ്പിയാ, കുറച്ച് കഴിച്ചോ. ചുമ പെട്ടെന്ന് മാറിക്കോളും. ഓ, ഈ കാവലിരുന്ന് മടുത്തു. ഇതിപ്പോ മൂന്നാമത്തെ ദിവസമാ. എത്ര ദിവസം എന്ന് വെച്ചാ ഇങ്ങനെ കാവലിരിക്കുക. കുടി. എനിക്ക് സന്തോഷമായി. ഞാൻ തന്ന കാപ്പി കപില് കുടിച്ചല്ലോ. നമ്മൾ തമ്മിൽ വഴക്കടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ നല്ല സ്നേഹമുണ്ട്. സ്നേഹമോ? അതെങ്ങനെ? പപ്പീസിന് ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്ത് കണ്ടില്ലെങ്കിൽ എനിക്കിവിടെ ഇരിക്കപ്പുറത്തുണ്ടായിരുന്നില്ല. പലപ്പോഴും പുറത്തു വരാൻ വേണ്ടിയാ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത്. എന്റെ കാര്യവും ഇത്തരത്തിൽ തന്നെയാ. എനിക്കും കപിലിനെ കാണാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റിയിരുന്നില്ല. അല്ല പപ്പീസേ, എന്ന് മുതലാ നമ്മൾ വഴക്കടിച്ചു തുടങ്ങിയതെന്ന് നീ ഓർക്കുന്നുണ്ടോ? ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല കപിലെ. അപ്പോ ഇത്രയും കാലം നമ്മൾ വെറുത്ത് വഴക്കടിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലേ? പറഞ്ഞാല് ചിലപ്പോ അത് ശരിയാണല്ലോ. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ചുകൂടെ? നമ്മൾ രണ്ടുപേരും കൂടി പോയി പോലീസിൽ പരാതിപ്പെട്ടാൽ പിന്നെ കള്ളന്മാരുടെ കാര്യമെല്ലാം അവര് നോക്കിക്കൊള്ളും. ശരിയാണ് കപിലെ. നാളെ രാവിലെ തന്നെ നമുക്ക് പോയി പരാതി കൊടുക്കാം. കപില് പോയി കിടന്നോ. തൽക്കാലം ഇന്ന് ഞാൻ കാവലിരുന്നോളാം. താങ്ക്സ് പപ്പീസേ, നീ എന്നോട് ക്ഷമിക്കണം. തെറ്റായി ഞാൻ പറഞ്ഞ മോശം വാക്കുകൾക്കെല്ലാം. ഇതിലൊക്കെ എന്ത് ക്ഷമ പറയാനാ? പിന്നെ നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ. നീ അല്ലെങ്കിലും നല്ലൊരു സ്നേഹിതനാ. കപിലെ, വയ്യെങ്കിൽ കപിൽ വരണമെന്നില്ല. ഞാൻ പോയി പരാതി കൊടുത്താളം വന്നേ. ഓ, അത് വേണ്ട. നമ്മൾ ഒരുമിച്ച് പോയാലേ പോലീസിന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവും. എന്നാലേ നമ്മുടെ ഗംഭീറിനെ കൂടെ കൂട്ടുകൂട്ടിയാലോ? പക്ഷേ ആര് പോയി അവനെ വിളിക്കും? ഞാൻ പോയി വിളിച്ചാൽ അവൻ വരത്തില്ല. പറഞ്ഞു തീർന്നില്ല. ഗംഭീർ ഇങ്ങോട്ട് വന്നേ. പണ്ട് ഞങ്ങളുടെ വഴക്ക് തീർക്കാൻ ഗംഭീർ നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ വഴക്കെല്ലാം തീർത്ത് ഒത്തൊരുമിച്ചിരിക്കുകയാ. നീ നമ്മോടൊപ്പം ചേരണം. എങ്ങോട്ടാണോ? ഞങ്ങളെ ഈ കള്ളന്മാർ വരച്ച ചിഹ്നങ്ങൾക്കെതിരെ പോലീസിൽ പരാതിപ്പെടാൻ പോവുകയാ. നീ കൂടി വരണം. നമ്മൾ ഒരുമിച്ച് ആവശ്യപ്പെട്ടാൽ കാവലിന് ഒരു പോലീസിനെ കിട്ടാതിരിക്കില്ല. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് പോവാം. അല്ല, നിങ്ങള് മൂന്നുപേരും കൂടി എങ്ങോട്ടാ? നിങ്ങളുടെ വഴക്കെല്ലാം മാറിയോ? മോട്ടു കളിയാക്കുകയാണോ? പണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഇന്ന് ഞങ്ങൾ ആ തെറ്റ് തിരുത്തി. ഇപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. ഈ കള്ളന്മാരുടെ ശല്യം അങ്ങ് തീർക്കാൻ. എല്ലാവരും പിണക്കൊക്കെ മറന്ന് ഈ പരാതിയിൽ ഒപ്പിട്ടോ?
അത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നൊട്ടോളാം. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ പിണക്കം മാറിയോന്നാ. മാറിന്ന് ഇനി നീയായിട്ട് വീണ്ടും തമ്മിലെടുപ്പിക്കാതിരുന്ന മതി. ആ കപിലേ, പപ്പീസേ, ഗംഭീർ പറഞ്ഞ നേരാണോ? അതെ അതെ അതെ, നേരാണെന്നേ. എങ്കി ഞാനൊരു സത്യം പറയാം. ഈ അടയാളങ്ങൾ വരച്ചതേ കള്ളന്മാരൊന്നുമല്ല. പിന്നെ ആരാ? അത് ഞാൻ തന്നെയാണ്. നിങ്ങളെ ഒരുമിപ്പിക്കാൻ മറ്റൊരു മാർഗവും ഞാൻ കണ്ടില്ല. തലേന്നാ FB-യിൽ കണ്ടൊരു വാർത്തയിൽ നിന്നാ എനിക്ക് ഈ ആശയം കിട്ടിയത്. എന്നോട് ക്ഷമിക്കണം. ഈ ഒരു അടയാളം നിമിത്തം 3 ദിവസമാണ് ഞങ്ങൾ ഉറക്കം വിളിച്ചത്. ഓട്ടെ കവിലെ, മോട്ട് ചെയ്തത് തെറ്റാണെങ്കിലും നമ്മെ ഒരുമിപ്പിക്കാൻ വേണ്ടിയല്ലേ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. എന്നാലും നിന്റെ ഈ വര ഒരു ഒട്ടുക്കത്ത വരയിട്ടാ. ഞങ്ങള് സമയം ഓർക്കാണ് നീ കളഞ്ഞു കുളിച്ചത്. മനസ്സിലാവട്ടെ നിനക്ക്? അതെ ആ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുന്നു. നിങ്ങളൊക്കെ ഒന്നായ നിലയ്ക്ക് ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ, FB-യിൽ ഇടാനാ. ആയിക്കോട്ടെ. ആ. സ്മൈൽ. കാടിന്റെ ലോകത്തിൽ നിന്നും ഇനി യാത്രയാകാം നമ്മുടെ വികൃതി പാവയെ കാണാൻ. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ, ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, എന്താ അങ്കിൾ? നിന്റെ ഹായ്ക്ക് അത്ര ഒരു ശക്തി പോരല്ലോ, എന്തു പറ്റി? ഞാൻ അങ്കിളിനോട് കേട്ടില്ല. അതെന്നാടാ? അങ്കിളിനോട് ഞാൻ കണക്കാം. എന്തിനാ നീ പണങ്ങുന്ന? എന്തിനാ? വേണ്ട. എന്താ പറ്റിയേ? അങ്കിൾ എന്നെ വഴക്ക് പറഞ്ഞില്ലേ? ടിങ്കുവിനെ അല്ലാണ്ട് പിന്നെ ഞാൻ ആരെയാ വഴക്ക് പറയുക? ടിങ്കുവിന് വെറുതെ വഴക്ക് പറയോ? ഇല്ല. ടിങ്കു തെറ്റ് ചെയ്തിട്ടല്ലേ വഴക്ക് പറഞ്ഞത്? അതെ. പിന്നെ എന്തിനാ എന്നോട് പണങ്ങുന്നേ? വേണ്ട, മാനി എന്നെ വഴക്ക് പറഞ്ഞില്ലേ? തെറ്റ് ചെയ്യുമ്പം സ്നേഹമുള്ളവർ തിരുത്തും. നീ തെറ്റ് ചെയ്തപ്പം തിരുത്തേണ്ട കടമ എൻ്റെയാ. അതിനു വേണ്ടി പണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വേണ്ട അങ്കിൾ. ടിങ്കു, വേണ്ട. ടിങ്കു, അങ്കിൾ എപ്പോഴും വഴക്ക് പറയുകയും തിരുത്തുകയും ചെയ്യുന്നത് അങ്കിളിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്, അല്ലേ? അതെ. അപ്പം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ ദൈവവും ശിക്ഷ വിധിക്കും, അല്ലേ? ഉണ്ട് അങ്കിൾ. അങ്കിൾ കുഞ്ഞ് ശിക്ഷയാണ് തന്നത്. പക്ഷേ ദൈവം ലോകത്തിലെ മനുഷ്യന് കൊടുത്ത ശിക്ഷ എന്താണെന്നറിയാമോ? എന്താ അങ്കിൾ? പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അയ്യോ അങ്കിൾ. മരണമെന്ന് പറഞ്ഞാൽ ഈ സ്നേഹവാനായ ദൈവത്തിൽ നിന്നും അകന്നു പോകുക. പ്രിയ കൂട്ടുകാരെ, ലോകത്തിലെ എല്ലാ മനുഷ്യരും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നാണ് ജീവിക്കുന്നത്. എന്നാൽ പാപത്തിന് പരിഹാരം നൽകുവാൻ ദൈവത്തിന് സാധിക്കും, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മൂലം. അങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? എന്താ അങ്കിൾ ചെയ്യേണ്ടത്? ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കണം. അങ്കിളിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ടിങ്കു ചെയ്യുമോ? ഇല്ല അങ്കിൾ. അതുപോലെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നാം ചെയ്യാതെ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെ ഞങ്ങൾ സാധിക്കുക? ദൈവത്തിന് പ്രസാദകരമായ കാര്യത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തെ ഗ്രഹിച്ചറിയുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള കാര്യം. ആണോ അങ്കിൾ? അതെ, ദൈവത്തെ ഗ്രഹിച്ചറിയാന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാമാന്യ ഗുണങ്ങളെ തിരിച്ചറിയുക. അതെന്തല്ല അങ്കിൾ? ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം ദയയുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്, ദീർഘമായി ക്ഷമിക്കുന്നവനാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദകരമായി തീരണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്തൊക്കെയാ അത്? ദയ ഉണ്ടാകണം, മനസ്സലിവ് ഉണ്ടാകണം, ദീർഘമായി ക്ഷമിക്കണം. അതെ, ദീർഘമായി ക്ഷമിക്കണം. നമ്മൾ പലപ്പോഴും ക്ഷമിക്കാനായിട്ട് കഴിയുന്നവരാൽ പലപ്പോഴും നമ്മൾ മറന്നുപോകും. പെട്ടെന്ന് കോപം വരും, ദേഷ്യപ്പെടും, അസൂയപ്പെടും. ഇതൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണോ? അല്ല അല്ല. എപ്പോഴാണ് നമുക്ക് കോപം വരുന്നതെന്നറിയാമോ? ദാവീദിനോട് ദാവീദിൻ്റെ ജ്യേഷ്ഠൻ കോപിച്ചു. ദാവീദ് ശരിക്കും ജ്യേഷ്ഠന്മാരുടെ ക്ഷേമമൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയതാ. അപ്പം കുറച്ച് സാധനമൊക്കെ കൊടുത്തു വിട്ടായിരുന്നു. എന്തൊക്കെയാണെന്നറിയാമോ? അപ്പം ഉണ്ടായിരുന്നു, മലരൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയായിട്ട് ജ്യേഷ്ഠന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോയപ്പം ജ്യേഷ്ഠൻ അവനോട് ഒരുപാട് കോപിച്ചു. എനിക്ക്
എനിക്കും ദേഷ്യം വരും. ആ, ടിങ്കുവിനും ദേഷ്യം വരാറുണ്ടല്ലേ? സോറി അങ്കിൾ. ഓക്കെ, ഈ ദേഷ്യം വരുന്ന എപ്പോഴാണെന്നറിയാമോ? അങ്കിൾ. ഈ ജ്യേഷ്ഠന് കോപം വന്നതിൻ്റെ കാരണം അവൻ്റെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. എന്ത് ഭയമാണെന്നറിയാമോ? അവരൊരു യുദ്ധത്തിന് നിൽക്കുക. അവർ തനിയെ യുദ്ധത്തിന് വേണ്ടി പോകണം. ഈ മരണഭയമാണ് അവരുടെ ജീവിതത്തിലുണ്ടായത്. അതാണ് അവന് കോപമുണ്ടാകുവാൻ കാരണമായത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കോപിക്കാനായിട്ട് കാരണമുണ്ട്. പലപ്പോഴും നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കുറഞ്ഞു പോകുമോ, മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിച്ചു പോകുമോ, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയും, ഇതെല്ലാം ചിന്തിക്കുമ്പം നമുക്കും ഭയമുണ്ടാകും. ആ ഭയം കോപമായിട്ട് വരും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്ന കുട്ടികളാണെങ്കിൽ കോപിക്കുവാനോ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുവാനോ നാം പാടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച് ദൈവത്തിൻ്റെ നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എനിക്ക് മനസ്സിലായി അങ്കിൾ. എന്തൊക്കെയാണ് ദൈവത്തിന് പ്രസാദമുള്ളത്? ദയ, ആ അനുസരണവ്, ആ ദീർഘായുഷ്യം. അതെ, ദയയും മനസ്സലവും ദീർഘക്ഷമയുമുള്ള നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ, ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ. ഓക്കേ. വിലയേറെ നിങ്ങളുടെ കത്തുകൾക്കുള്ള സമയം. കത്തുകൾ അയച്ച കൂട്ടുകാർക്ക് നന്ദി. തുടർന്ന് വായിക്കുക. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്ത വാരം നറുവിഭവങ്ങളുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ.